ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പറിൻ്റെ 9ാമത്തെ ഭാഗമാണ്. 100 എപ്പിസോഡുകളുള്ള 100 ഡേ ന്യൂസ് റീഡിംഗ് ചലഞ്ചാണ്. 100 ദിവസ വാർത്തകളിലൂടെ ഒരു ദിനപത്രം വായിച്ചാൽ മുഴുവനായും മനസ്സിലാവുന്ന രൂപത്തിലേക്കുള്ള വളരെ വാസ്റ്റായ എല്ലാതരം വൊക്കാബുലറികളും ഫ്രേസുകളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. ഈ സീരീസിൻ്റെ പ്രത്യേകത പ്രാധാന്യം മനസ്സിലാക്കി ഫോളോ ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് ആളുകളെങ്കിലും അതിനെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ പല ആളുകൾക്ക് അതിൻ്റെ ഈ ഒരു സീരീസിൻ്റെ മൂല്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്ഥിരമായി കാണുന്ന ആളുകൾ ദയവായിട്ട് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കിത് കൃത്യമായി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂസ് എന്ന് പറയുന്നത് വീണ്ടും ഒരു പൊളിറ്റിക്കൽ ന്യൂസാണ്. കൂടുതലും പൊളിറ്റിക്കൽ ന്യൂസുകളാണല്ലോ നമ്മൾ പത്രങ്ങളിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ന്യൂസുകളിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ വൊക്കാബുലറികൾ ഉള്ളതും ആ മേഖലയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാ തമിഴ്നാടുമായി ബന്ധപ്പെട്ടൊരു ന്യൂസാണിത്. AIADMK's new salvo at Annamalai leaves its ties with BJP in tatters in TN, തമിഴ്നാട്. ഇതിൻ്റെ ഹെഡ്ലൈൻ തന്നെ കുറച്ച് ടഫായിട്ടുള്ള ഒരു ഹെഡ്ലൈനാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം അല്ലേ? എന്താ വാർത്ത നോക്കിയേ. AIADMK's new salvo at Annamalai leaves its ties with BJP in tatters in TN. ഓക്കെ, നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇവിടെ AIADMK എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓൾ ഇന്ത്യ അല്ലേ, അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകം. ആ തമിഴ്നാട്ടിലെ ഒരു വളരെ സുപ്രധാനമായ 2 പൊളിറ്റിക്കൽ വിങ്സിലെ 2 പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് AIADMK. പിന്നെ ഒന്നുള്ളത് DMK ആണ്. അപ്പോൾ AIADMKയുടെ ന്യൂ സാൽവോ. അപ്പോൾ ഇവിടെ ഒരു വാക്കുള്ളത് സാൽവോ എന്നുള്ളൊരു വേർഡാണ്. സാൽവോ എന്താണ് സാൽവോ? കേട്ടിട്ടില്ലാത്തൊരു വാക്ക് അല്ലേ? അറ്റ് അണ്ണാമലൈ എന്ന് മീൻസ് നമ്മൾ അണ്ണാമലൈ യൂണിവേഴ്സിറ്റി, അണ്ണാമലൈ എന്ന് പറയുന്ന പേരൊക്കെ നമുക്ക് പരിചിതമാണെങ്കിൽ കൂടിയും ഇവിടുത്തെ അണ്ണാമലൈ ഒരു നേതാവാണ്, BJPയുടെ ലീഡറുടെ പേരാണ്. അപ്പോൾ AIADMK's ന്യൂ സാൽവോ അറ്റ് അണ്ണാമലൈ ലീവ്സ് ഇറ്റ്സ് ടൈസ്. ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ പത്രങ്ങൾ എപ്പോഴും കാണുന്ന സംഗതിയാണ് ടൈസ് എന്ന് പറഞ്ഞാൽ ബന്ധം, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ ടൈ എന്ന് പറയാം. സാൽവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽവോ സാധാരണയായിട്ട് മിലിറ്ററി പർപ്പസിൽ അല്ലെങ്കിൽ സൈന്യവുമായി ബന്ധപ്പെട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പൊതുവായ വാക്കാണ്. അതായത് ഫയറിങ്, വെടിവെപ്പ്, ഒരുമിച്ച് ഉള്ള കൂട്ടവെടി, അതിനെയാണ് ശരിക്കും സാൽവോ എന്ന് പറയുന്നത്. കൂട്ടമായിട്ട് പീരങ്കിയിൽ നിന്നിങ്ങനെ വെടിയുതിർക്കുന്നതിനെയാണ് സാൽവോ എന്ന് പറയുന്നത്. പക്ഷേ ആ സാൽവോ എന്ന് പറയുന്നത് ലിറ്ററലി നിങ്ങളൊന്ന് ചിന്തിക്കുക, ചില ആളുകളുടെ വാക്കുകൾ അല്ലേ, നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ചില വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ചില ആളുകൾ പറയും, ഞാൻ ഇന്നൊരു പത്രസമ്മേളനം നടത്താൻ പോവുകയാണ്, ആ പത്രസമ്മേളനത്തിൽ ചില ബോംബ് പൊട്ടും. അങ്ങനെ ബോംബ് പൊട്ടുക എവിടെ? വാക്കുകളിലൂടെയുള്ള ബോംബ്. ആ അർത്ഥത്തിൽ സാൽവോ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. സാധാരണ നോർമൽ കേസിൽ ഇതിന് വെടി, തോക്കുകൊണ്ടും വാക്കുകൊണ്ടുമുള്ള വെടി അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ പ്രമാദമായിട്ടുള്ള കുറേ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വഴിവെച്ച വലിയ വലിയ കേസുകളിലൊക്കെ ഇത്തരത്തിൽ അതിൻ്റെ ഭാഗമായ ചില ആളുകൾ അല്ലേ, കുറേ ഫയലൊക്കെ പിടിച്ച് പത്രാഫീസിൽ വന്നിട്ട് വെടി പൊട്ടിച്ചത് ഓർമ്മയില്ലേ? അത് ഏത് വെടിയാ? തോക്കുകൊണ്ടുള്ള വെടിയാണോ? അല്ല, തോക്കുകൊണ്ട് സാൽവോ ചെയ്യാം, വാക്കുകൊണ്ടും സാൽവോ ചെയ്യാം. അപ്പം ഇവിടെ ADMKയുടെ പുതിയ വെടി കൂട്ടവെടി അല്ലെങ്കിൽ പ്രസ്താവന എന്ന അർത്ഥത്തിലും ഇത് ഉപയോഗിക്കാം. അപ്പം ഇത് പ്രസ്താവനയാണ്, വെടിവെക്കുന്നത് പോലെയുള്ള അല്ലേ, ഒരു ബോംബ് പൊട്ടുന്നത് പോലെയുള്ള പ്രസ്താവന. ആരുടെ? AIADMKയുടെ. ആർക്കെതിരെയാ? അണ്ണാമലയ്ക്കെതിരെ. ലീവ്സ് ഇറ്റ്സ് ടൈസ്, ലീവ് അവിടെ നിൽക്കട്ടെ, ടൈസ് ബന്ധം, വിത്ത് BJP. ലീവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടെ ചിന്തിക്കുക
ലീവ്സ് ഇറ്റ്സ് ടൈസ് എന്ന് പറയുമ്പോൾ അവരുടെ ബന്ധം ലീവ് ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കാൻ അർത്ഥമുണ്ട് ലീവിന്. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കുമെങ്കിലും സത്യത്തിൽ ഇവിടെ ലീവിന് അതല്ല അർത്ഥം. നമുക്ക് നോക്കാം. വിത്ത് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം ഇൻ ടാറ്റേഴ്സ്. ഇൻ ടാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കീറുക, കീറിക്കളയുക, ചിഹ്ന ഭിന്നമാക്കുക എന്നാണ്. അപ്പം ഇൻ ടാറ്റേഴ്സ് അതൊരു ഇഡിയമാണ്. ഇംഗ്ലീഷിലെ ശൈലികൾ, ഇഡിയം മീൻസ് ശൈലി. അപ്പോൾ ഇൻ ടാറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ശൈലി, ഇറ്റ്സ് എ ഫ്രേസ്, ഇറ്റ്സ് എൻ ഇഡിയം ഫ്രേസ് എന്നൊക്കെ പറഞ്ഞാൽ ശൈലികളാണ്. ഇൻ ടാറ്റേഴ്സ് കീറുക, കീറിപ്പറയുക, വലിച്ച് കീറുക. അത് മറ്റു രൂപത്തിലൂടെ പറയും ലീവ് ഇൻ ടാറ്റേഴ്സ്. ലീവ് സംതിങ്, ലീവ് ഇവിടെ സംതിങ്, ലീവ് സംതിങ് ഇൻ ടാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം വലിച്ചു കീറിക്കളയുക. ഇതിൻ്റെ ലീവാണ് മേലെ ഇരിക്കുന്നത് അല്ലേ. ലീവ്സ് ഇറ്റ്സ് ടൈസ്. എന്താ കീറിക്കളയുന്നത്? അതിൻ്റെ ബന്ധം. ആരുമായിട്ടുള്ളത്? ADMKയും BJPയും തമ്മിലുള്ള ബന്ധം. ലീവ്സ് ഇൻ ടാറ്റേഴ്സ്, കീറിക്കളയുന്നു, അവരത് ഒഴിവാക്കുന്നു, അവർ ലീവ് ചെയ്യുന്നു, അവർ ഒഴിവാക്കുന്നു, ഉപേക്ഷിക്കുന്നു. ഈ സംഭവം തമിഴ്നാട്ടിൽ, ഇൻ തമിഴ്നാട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണത്. സംഗതി മനസ്സിലായല്ലോ. AIDMK അവരുടെ അലയായിട്ടുള്ള സഖ്യത്തിൽപ്പെട്ടിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയായ BJPയുമായുള്ള ബന്ധം വേർപെടുത്താൻ, കീറിക്കളയുകയാണ്. അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? അണ്ണാമലൈ എന്ന് പറയുന്ന BJPയുടെ നേതാവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉള്ളത്. സാൽവോ അണ്ണാമലൈ. ആർക്കാണ് ഈ ഒരു വെടി അല്ലെങ്കിൽ ഈ ഒരു രൂക്ഷമായ ഒരു പ്രസ്താവന ആർക്കെതിരെയാണ്? അണ്ണാമലയ്ക്കെതിരെയാണ്. ഓക്കെ, BJPയുടെ നേതാവ്. ഇനി ന്യൂസിലേക്ക് കിടക്കുന്നതിന് മുന്നോട്ടായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നോക്കാം. ദ ടെന്യൂസ് ഇക്വേഷൻസ്. ടെന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ടെന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലമായ, വളരെ വീക്കായിട്ടുള്ള. ടെന്യൂസ് നോക്കി, ദുർബലമായിട്ടുള്ള, വീക്ക്. ഓക്കെ, വീക്ക് അല്ലെങ്കിൽ ഫ്രജൈൽ, അതർവൈസ് ടെന്യൂസ്. ദറ്റ് മീൻസ് ദുർബലമായിട്ടുള്ള. ഇക്വേഷൻസ്, സമവാക്യം, ദുർബലമായ സമവാക്യം ബിറ്റ്വീൻ ടു പാർട്ടീസ്, രണ്ട് പാർട്ടികൾ തമ്മിൽ ഹാഫ് ബിക്കം എന്തായി? മോർ പ്രൊനൗൺസ്ഡ്, കൂടുതൽ പ്രൊനൗൺസ്ഡ് ആയി. ബിക്കം മോർ പ്രൊനൗൺസ്ഡ് മീൻസ് അത് മറ്റൊരു ശൈലിയാണ്, കൂടുതൽ സ്പഷ്ടമാവുക. അങ്ങോട്ട് നോക്കിയേ, കൂടുതൽ സ്പഷ്ടമാവുക. ബിക്കം മോർ പ്രൊനൗൺസ്ഡ്. ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ BJPയുടെ ചീഫായിട്ടുള്ള വ്യക്തിയുടെ ആ ഒരു ടെന്യൂറിൽ, ഡ്യൂറിങ് ദ ടൈം, ആ ഒരു കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ദ ടെന്യൂസ് ഇക്വേഷൻസ് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ് ബിക്കം മോർ പ്രൊനൗൺസ്. അവർ തമ്മിലുള്ള വളരെ ദുർബലമായിട്ടുള്ള ഇക്വേഷൻ, സമവാക്യം കൂടുതൽ സ്പഷ്ടമായി. അവർ തമ്മിലുള്ള ബന്ധം ഭയങ്കര ദുർബലമാണെന്ന്, അത് കൂടുതൽ സ്പഷ്ടമായെന്ന്. ഓക്കെ, ദ BJP അപ്രോച്ചിങ് പളനിസ്വാമി. BJP എന്ത് ചെയ്യുന്നു? പളനിസ്വാമിയെ സമീപിക്കുന്നു ഫോർ എ കോംപ്രമൈസ്, ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട്, ഒരു സമവായത്തിന് വേണ്ടിയിട്ട്. സേ ADMK സോഴ്സസ്, AIDMKയുടെ സോഴ്സുകളിൽ നിന്നാണ്, AIDMKയുടെ സോഴ്സുകളിൽ നിന്നാണ് ഇത് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, AIDMKയുടെ സോഴ്സുകളിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാർത്തയുടെ മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെയാണ് വായിക്കാനുള്ളത് നോക്കാം. ന്യൂസ് തുടങ്ങുകയാണ്. ദ AIADMK's അനൗൺസ്മെൻറ്റ്. AIADMKയുടെ പ്രസ്താവന ഓഫ് എന്തുമായി ബന്ധപ്പെട്ടാണ്? സെപ്പറേഷൻ ഓഫ് ടൈസ്, ബന്ധം വേർപെടുത്തലുമായി ബന്ധപ്പെട്ട. സെപ്പറേഷൻ ഓഫ് ടൈസ് മീൻസ് ബന്ധം വേർപെടുത്തലാണ്. ആരുമായിട്ട്? വിത്ത് ദ BJP ഇൻ തമിഴ്നാട് ഓൺ മൺഡേ, തിങ്കളാഴ്ച BJPയുമായി ഉള്ള ബന്ധം വേർപെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവന, അനൗൺസ്മെൻറ്റ്. ആരുടെ? AIADMKയുടെ. സീംസ് ടു ഹാവ് ആഡഡ് അനദർ ലെയർ ഓഫ്, സീംസ് ടു ഹാവ്, അത് തോന്നുന്നു, പ്രതീക്ഷ നൽകുന്നു, അതുപോലെ തോന്നുന്നു. എന്തുപോലെ തോന്നുന്നു? അനദർ ലെയർ ഓഫ് കോംപ്ലക്സിറ്റി, അതായത് കോംപ്ലക്സിറ്റി, സങ്കീർണതയുടെ മറ്റൊരു പാളി കൂടി ചേർക്കപ്പെടുന്നതായിട്ട്, ആഡ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് ഓൾറെഡി സങ്കീർണമാണ്, കോംപ്ലക്സ് ആണ്, കാര്യങ്ങൾ ഭയങ്കര കോംപ്ലക്സിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കോംപ്ലക്സിറ്റിയുടെ മറ്റൊരു ലെയർ കൂടി ആഡ് ചെയ്യപ്പെടുന്നതായിട്ടാണ് ഇത് തോന്നുന്നത്. ഇറ്റ് സീംസ്, എന്ത്? ഈ പറഞ്ഞ ADMKയുടെ അനൗൺസ്മെൻറ്റ്. ടു ദ സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ്, അതായത് ഇവരുടെ ദുർബലമായിട്ടുള്ള
ബന്ധം, ശക്തി കുറഞ്ഞ ബന്ധം. സ്ട്രെയിൻഡ് മീൻസ് ദുർബലമായ, ശക്തി കുറഞ്ഞ, ഫ്രജൈലായിട്ടുള്ള, വീക്ക് ആയിട്ടുള്ള, ടെന്യൂസ് ആയിട്ടുള്ള. ഓക്കെ, അതായത് സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ദുർബലമായിട്ടുള്ള, ശക്തി കുറഞ്ഞ ബന്ധത്തിന് അതിൻ്റെ മുകളിൽ കൂടുതൽ സങ്കീർണതയുടെ ഒരു ലെയർ കൂടി ചേർക്കപ്പെടുകയാണ്. എന്തുവഴി? ADMKയുടെ പുതിയ പ്രസ്താവന വഴി. ദ റീസെൻറ്റ് ഔട്ട്ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറി, വാക്കുകൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന വലിയ പൊട്ടിത്തെറികളാണ് ഔട്ട്ബേസ്റ്റ്. ദ റീസെൻറ്റ് ഔട്ട്ബേസ്റ്റ് ഓഫ് AIDMK ഓർഗനൈസേഷൻ സെക്രട്ടറി, AIDMK ഓർഗനൈസേഷൻ സെക്രട്ടറി ആൻഡ് ഫോമർ ഫിഷറീസ് മിനിസ്റ്റർ, മുൻ ഫിഷറീസ് മിനിസ്റ്ററായുള്ള മത്സ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള D. ജയകുമാറിൻ്റെ റീസെൻ്റായ അടുത്ത കാലത്തുണ്ടായ ഔട്ട്ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രവൃത്തി, അതല്ലെങ്കിൽ പൊട്ടിത്തെറി. ആരുടെ? ജയകുമാറിൻ്റെ. വാസ് ട്രിഗർ മീൻസ് തുടക്കം കുറിക്കുക, ഒരു സംഭവത്തിന് കാരണമാവുക. എന്തിന് തുടക്കം കുറിച്ചു? എന്ത് സംഭവത്തിനാണ് കാരണമായത്? ബൈ BJP സ്റ്റേറ്റ് യൂണിറ്റ് പ്രസിഡന്റ് K. അണ്ണാമലൈ റിമാർക്സ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അണ്ണാമലയുടെ പ്രസ്താവന, അഭിപ്രായ പ്രകടനം, റിമാർക്ക്, അതിൻ്റെ ഭാഗമായിട്ട് ആ അഭിപ്രായ പ്രകടനം എന്തഭിപ്രായ ഓൺ DMK ഫൗണ്ടർ CN അണ്ണാദുരൈ. DMKയുടെ ഫൗണ്ടറായിട്ടുള്ള അണ്ണാദുരൈയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം, റിമാർക്ക് എന്തുണ്ടാക്കി, എന്തിന് കാരണമായി, എന്ത് ട്രിഗർ ചെയ്തു? ഈ പറഞ്ഞ ജയകുമാറിൻ്റെ ഔട്ട്ബേസ്റ്റിന്, പൊട്ടിത്തെറിക്ക് കാരണമായി. ADMKയുടെ ജയകുമാറിൻ്റെ പൊട്ടിത്തെറിക്ക് കാരണമായത് എന്താണ്? അണ്ണാമലയുടെ റിമാർക്കാണ്. ആരെക്കുറിച്ച്? DMKയുടെ, ഈ ADMKയുടെ മുമ്പ് DMK ആയിരുന്നല്ലോ, പിന്നെയാണല്ലോ അത് രണ്ടായത്. അപ്പോൾ DMKയുടെ ഫൗണ്ടറായ CN അണ്ണാദുരൈ, അദ്ദേഹത്തെക്കുറിച്ചുള്ളത്. ബട്ട് ആസ് മിസ്റ്റർ ജയകുമാർ പോയിന്റഡ് ഔട്ട്, ജയകുമാർ സൂചിപ്പിച്ചതുപോലെ, ദിസ് വാസ് നോട്ട് ദ ഓൺലി ഒക്കേഷൻ വെൻ മിസ്റ്റർ അണ്ണാമലൈ ഹാഡ് ടാർഗറ്റഡ് ഫ്രണ്ട് റാങ്കിങ് ലീഡേഴ്സ് ഓഫ് ദി ദ്രവിഡിയൻ മൂവ്മെൻറ്റ്. ദ്രവിഡിയൻ മൂവ്മെൻ്റ് ആയിട്ട് ADMKയുടെ, അല്ലെങ്കിൽ DMKയുടെയൊക്കെ ADMKയുടെ ദ്രവിഡിയൻ മൂവ്മെൻറ്റിൻ്റെ നേതാക്കന്മാർക്കെതിരെയുള്ള, അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഈ അണ്ണാമലൈ അവരെ ടാർഗറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. ആരെ? ADMKയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദ്രവിഡ മുന്നേറ്റ പാർട്ടികളുടെ ഫ്രണ്ട് റാങ്കിങ്ങിലുള്ള ലീഡേഴ്സിനെ. എന്താ ഈ ഫ്രണ്ട് റാങ്കിങ് ലീഡേഴ്സ്? ഫ്രണ്ട് റാങ്കിങ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ മുൻനിര നേതാക്കന്മാർ. ദ്രവിഡിയൻ പാർട്ടികളുടെ മുൻനിര നേതാക്കന്മാരെ അണ്ണാമലൈ ടാർഗറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. ദ സ്റ്റേറ്റ് BJP ചീഫ് ഹെഡ്, സംസ്ഥാന BJPയുടെ നേതാവ് ബിലിറ്റിൽഡ് എന്ന് പറഞ്ഞാൽ ചെറുതാക്കി, കൊച്ചാക്കി, താഴ്ത്തിക്കെട്ടി. ബിലിറ്റിൽഡ് എന്ന് പറഞ്ഞാൽ കൊച്ചാക്കി, താഴ്ത്തിക്കെട്ടി. എന്താണ് താഴ്ത്തിക്കെട്ടി? അതേഴ്സ് സച്ചാസ് പെരിയാറിനെ പോലെയുള്ള, EV രാമസ്വാമിയെ പോലെയുള്ള, ജയലളിതയെ പോലെയുള്ള വലിയ നേതാക്കന്മാരെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താക്കി എന്നാണ് പറഞ്ഞത്? ബിലിറ്റിൽ ചെയ്തു. ദ ബിലിറ്റിൽഡ് ദ great leaders of AIDMK, otherwise the Dravidian leaders, the Dravidian party leaders such as Periyar, EV Ramaswamy and Jayalalitha, they were belittled by the leader of BJP, Annamalai. This is actually was the attribution made by the leader of ADMK, Mr. Jaykumar. Okay, so next paragraph like variyanankil, the tenuous equations. Actually, we have seen this word before. Tenuous equations means the fragile equations. That means നമുക്കറിയാം വളരെ ദുർബലമായിട്ടുള്ള ബന്ധം എന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്.
ബിറ്റ്വീൻ ദ ടു പാർട്ടീസ്, രണ്ട് പാർട്ടികൾ തമ്മിൽ ബിക്കം മോർ പ്രൊണൗൺസ്ഡ്. ഇത് നമ്മൾ നേരത്തെ കണ്ടു. ബിക്കം മോർ പ്രൊണൗൺസ്ഡ് മീൻസ് ബിക്കം മോർ എവിഡൻറ്റ്, ബിക്കം മോർ ക്ലിയർ, മോർ പ്രൊണൗൺസ്, വളരെ സ്പഷ്ടമായി. ഡ്യൂറിങ് ദ ഇന്നിങ്സ്, എപ്പോൾ കാലഘട്ടത്തിൽ. വാട്ട് ഈസ് ഇന്നിങ്സ് മീൻസ് കാലഘട്ടം. ആരുടെ ഇന്നിങ്സ് ഓഫ് മിസ്റ്റർ അണ്ണാമലൈ. അണ്ണാമലയുടെ കാലഘട്ടത്തിൽ ഇന്നിങ്സ് ഓഫ് മിസ്റ്റർ അണ്ണാമലയുടെ കാലഘട്ടത്തിൽ. ഇന്നിങ്സ് മീൻസ് കാലഘട്ടം. എക്സാക്ട്ലി, കൃത്യമായിട്ടും 2 months after ADMK lost power in the May 2021 Assembly election. 2021 ഇലക്ഷനിൽ ADMKയുടെ സീറ്റ് അവർക്ക് ഇലക്ഷനിൽ നഷ്ടപ്പെട്ടു. അതിന് 2 മാസത്തിന് ശേഷം ഫോർമർ ലോ മിനിസ്റ്റേഴ്സ്, മുൻ നിയമമന്ത്രി CV ഷൺമുഖം ബ്ലെയിംഡ്, കുറ്റപ്പെടുത്തി BJP ഫോർ ഹിസ് പാർട്ടീസ് ഡിഫീറ്റ്. BJP ആണ് അവരുടെ പാർട്ടിയുടെ പരാജയം. ഡിഫീറ്റ് മീൻസ് പരാജയം. ആസ് അലയൻസ് ഹാഡ്, ഈ അലയൻസ് അദ്ദേഹം പറയുന്നത് ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ പരാജയമാണ്. ഓക്കെ, അപ്പോൾ ഈ അലയൻസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് അലൈനേറ്റഡ് ആണ്. ദിസ് ഈസ് നോട്ട് അലയൻസ്. അത് അലയൻസ് അല്ല. അലയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സഖ്യം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഈ അലയൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് ആക്ച്വലി അലയൻസ് ബട്ട് ഇറ്റ് ഈസ് അലിനേറ്റഡ്. അലയൻസ് എന്തായി എന്നാണ് പറയുന്നത്? അവരുടെ പരാജയം, ഇലക്ഷൻ്റെ അവരുടെ പരാജയം BJP കാരനാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ അലയൻസ് എന്തായി? അലിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തപ്പെട്ടു. അലയൻസിൻ്റെ ഓപ്പോസിറ്റാണ് അലൈനേറ്റഡ്. അലൈനേറ്റഡ് എന്ന് പറഞ്ഞാൽ അന്യം വന്ന, നമ്മളെന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്ത, ഒറ്റപ്പെടുത്തിയ. ഓക്കെ, ഒറ്റപ്പെടുത്തപ്പെട്ടതിനെയാണ് നമ്മൾ അലൈനേറ്റഡ് എന്ന് പറയുക. ബട്ട് ദ പാർട്ടീസ് കറണ്ട് ജനറൽ സെക്രട്ടറി, പക്ഷേ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി, ഹു വാസ് ദ പാർട്ടി കോഓർഡിനേറ്റർ ബാക്ക് ദെൻ. പക്ഷേ ഇപ്പോഴത്തെ എടപ്പാടി കെ പളനിസ്വാമി, ഹു വാസ് പാർട്ടി കോർഡിനേറ്റർ, അദ്ദേഹം ബാക്ക് ദെൻ തിരിച്ചു വന്നു. ആൻഡ് ഒ പന്നീർശെൽവവും ദ കോർഡിനേറ്റർ, അദ്ദേഹമാണ് കോർഡിനേറ്റർ. ലോസ്റ്റ് നോ ടൈം. ഇതൊരു ഫ്രേസാണ്, ഒരു ശൈലിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ദ പാർട്ടീസ് കറണ്ട് ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അല്ലേ, ഹു വാസ് ദ പാർട്ടി കോർഡിനേറ്റർ ബാക്ക് ദെൻ, തിരിച്ചു വന്ന അദ്ദേഹം. ആൻഡ് ഒ പന്നീർശെൽവം ദ കോർഡിനേറ്റർ, അദ്ദേഹം കോർഡിനേറ്ററാണ്. ലൂസ് നോ ടൈമിൻ്റെ പാസ്റ്റ് ആണ് ലോസ് നോ ടൈം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ. ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് ആലോചിക്കുകയൊന്നും ചെയ്യേണ്ട, അപ്പം തന്നെ ഉടൻ തന്നെ ഇൻ സ്റ്റേറ്റിംഗ് മറുപടി പറഞ്ഞു, പ്രസ്താവനയായിട്ട് പറഞ്ഞു ദാറ്റ് ദ അലയൻസ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. ഈ അലയൻസ് ഇങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ നേരത്തെ വിജയകുമാറാണ് ഇതൊക്കെ പറഞ്ഞെങ്കിലും ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായ പളനിസ്വാമിയും, എടപ്പാടി കെ പളനിസ്വാമിയും, അതുപോലെ ആരാണ് കോർഡിനേറ്ററായിട്ടുള്ള, അദ്ദേഹം കോർഡിനേറ്ററാണ്, അതുപോലെ ഒ പന്നീർശെൽവമൊക്കെ ദ ലോസ് നോ ടൈം, ഉടൻ തന്നെ ഇൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ദ അലയൻസ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. ആ അലയൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് നിലനിൽക്കും എന്ന രൂപത്തിൽ പറഞ്ഞു. ഹവോവർ എന്നാൽ, എന്ത് ഹവോവർ എന്ന് പറഞ്ഞാൽ എന്നാൽ മിസ്റ്റർ അണ്ണാമലൈസ് അപ്പോയിൻമെൻറ്റ്, അണ്ണാമലയുടെ അപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ, BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള, ഷോർട്ട്ലി ദെയർ ആഫ്റ്റർ അതിൽ പിന്നെ അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്തതിൽ പിന്നെ ഹാഡ് ചേഞ്ച്ഡ് ദ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ്. അതിനുശേഷമാണ് ഇവരുടെ ഈ അലയൻസിൽ, ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇൻ ഫെബ്രുവരി 2022 ഫെബ്രുവരിയിൽ ദ സ്റ്റേറ്റ് യൂണിറ്റ് ഓഫ് ദ BJPയുടെ സ്റ്റേറ്റ് യൂണിറ്റ് കണ്ടസ്റ്റ് ചെയ്തു. കണ്ടസ്റ്റഡ് മീൻസ് മത്സരിക്കുന്നതിനാണ് കോണ്ടസ്റ്റ് എന്ന് പറയുക. മത്സരിച്ചു. അർബൻ ലോക്കൽ ബോഡി പോൾസ്, അർബൻ ലോക്കൽ പോൾസ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 3 months later, 3 മാസത്തിന് ശേഷം veteran ADMK leader പൊന്നിയൻ came down. ഈ പൊന്നിയൻ എന്ത് ചെയ്തു? came down. ഈ came down ശ്രദ്ധിക്കണം, ഒരു അഡ്വാൻസ്ഡ് വേർഡാണ്. പല അർത്ഥവും ഈ came downനുണ്ട്. പക്ഷെ പത്രങ്ങളിൽ ഇത് യൂസ് ചെയ്യുന്നത് പലപ്പോഴും ഒരു അഡ്വാൻസ്ഡ് മീനിങ്ങിലാണ്. came down എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രൂക്ഷമായി വിമർശിച്ചു എന്ന അർത്ഥത്തിലാണ്. വളരെ രൂക്ഷമായിട്ട് വിമർശിച്ച പൊന്നിയൻ came down heavily. എങ്ങനെയാ? heavily came down, വളരെ രൂക്ഷമായി വിമർശിച്ചു. ആണ് ദ BJPനെ സീക്കിംഗ് ടു ഗ്രോ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഹിസ് പാർട്ടി. BJP ഇവരുടെ പാർട്ടിയുടെ ചിലവിലാണ്, എക്സ്പെൻസിലാണ് വളരുന്നത്.
ഇൻ ദ സ്റ്റേറ്റ്, സംസ്ഥാനത്തിൽ. സിൻസ് ദെൻ, അതുകൊണ്ട് ദ ദ്രവിഡിയൻ മേജർ, ദ്രാവിഡന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള പാർട്ടി ആൻഡ് ദ സ്റ്റേറ്റ് യൂണിറ്റ് ഓഫ് ദ നാഷണൽ പാർട്ടി, ദേശീയ പാർട്ടിയായിട്ടുള്ള BJPയുടെ സ്റ്റേറ്റ് യൂണിറ്റ് ഹാവ് ബീൻ എൻഗേജ്ഡ് ഇൻ സ്പാറ്റ്സ്. അവരിപ്പോൾ സ്പാറ്റ്സിൽ എൻഗേജ് ചെയ്തിരിക്കുകയാണ്. സ്പാറ്റ് എന്ന് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. സ്പിറ്റ് എന്ന് പറഞ്ഞാൽ തുപ്പുക, സ്പാറ്റ് എന്ന് പറഞ്ഞാൽ തുപ്പി, അതിൻ്റെ പാസ്റ്റാണ്, സ്പിറ്റിൻ്റെ പാസ്റ്റാണ് സ്പാറ്റ്. പക്ഷേ സ്പാറ്റിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. വഴക്ക്, ഷണ്ട എന്ന അർത്ഥമുണ്ട്. എന്താണ് വഴക്ക്, ഷണ്ട? സ്പാറ്റ് മീൻസ് വഴക്ക്, ഷണ്ട, അടിപിടി കൂടുക, രാഷ്ട്രീയപരമായിട്ടുള്ള വാക്തർക്കം, അടിപിടിയെ നമ്മൾ എന്ത് പറയും? ഒന്നുകിൽ സ്പാറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രോൾ എന്ന് പറയും. നമ്മൾ സാധാരണ ക്വാറൽ എന്ന് പറയുന്ന വാക്കില്ലേ, ക്വാറൽ, അതിനെയാണ് ഈ ബ്രോൾ, സ്പാറ്റ്. അതല്ലെങ്കിൽ വേറൊരു വാക്കാണ് സ്കിർമിഷ്, അടിപിടി, സ്കിർമിഷ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. സ്കിർമിഷ്, സ്പാറ്റ്, ബ്രോൾ, ക്വാറൽ. ക്വാറൽ, ബ്രോൾ, സ്പാറ്റ്, സ്കിർമിഷ്. ഓക്കെ, അപ്പോൾ ഈ വാക്കുകൾ ഓർത്ത് വയ്ക്കുക. പിന്നെ കശപിഷ എന്ന അർത്ഥത്തിൽ ഒരു വേർഡ് കൂടെ ഉണ്ട്, മിലി. മിലി എന്ന് പറഞ്ഞാൽ കശപിഷ, അതും ഈ അടിപിടി തന്നെയാണ്. അപ്പോൾ അതും പത്രത്തിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു വേർഡാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, വാട്ട് ഈസ് ഓൾസോ എവിഡൻറ്റ്? വാട്ട് ഈസ് ഓൾസോ എവിഡൻറ്റ് വളരെ വ്യക്തമാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാലും മീനിങ് കിട്ടില്ല. ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മീനിങ് കിട്ടില്ല. വാട്ട് ഈസ് ഓൾസോ എവിഡൻറ്റ് ഇസ് ദാറ്റ് BJP ഡസ് നോട്ട് വാണ്ട് ടു കോൾ ഓഫ്. വളരെ വ്യക്തമാണ്, വളരെ പ്രത്യക്ഷമാണ്, പ്രകടമാണ്. എന്ത്? BJP ഡസ് നോട്ട് വാണ്ട് ടു കോൾ ഓഫ്. BJPക്ക് കോൾ ഓഫ് ചെയ്യേണ്ടതില്ല എന്ത്? ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ADMK. ADMK ആയിട്ടുള്ള ബന്ധം അവർക്ക് വേർപെടുത്തേണ്ട, അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. കോൾ ഓഫ് മീൻസ് ക്യാൻസൽ. ഓക്കെ, എവിഡൻറ്റ് പറഞ്ഞാൽ സ്പഷ്ടമായ, പ്രകടമായ. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ, റദ്ദ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക. ഇഫ് ദ ഇമ്പോർട്ടൻസ് ഗിവൻ ടു, അവിടെ പറയാണ്, ഇഫ് ദ ഇമ്പോർട്ടൻസ് ഗിവൻ ടു മിസ്റ്റർ പളനിസ്വാമി അറ്റ് മീറ്റിംഗ് ഓഫ് ലീഡേഴ്സ് ഓഫ് ദ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, NDA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു അലയൻസ് ആണ്. ഈ NDAയുടെ ഒരു മീറ്റിങ്ങിൽ, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ ഒരു മീറ്റിങ്ങിൽ പളനിസ്വാമിക്ക് വലിയ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ ന്യൂഡൽഹി 2 months ago, 2 മാസം മുമ്പ് നടന്ന ഈ പറയുന്ന മീറ്റിങ്ങിൽ പളനിസ്വാമിക്ക് നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു. ഈസ് ഇവിടെ ഇനി ആയിരിക്കില്ല, ആൻ ആയിരിക്കും. ഈസ് ആൻ ഇൻഡിക്കേഷൻ, അതൊരു സൂചനയാണ്. എന്ത്? അവർ തമ്മിലുള്ള ബന്ധം അല്ലേ, നല്ല രൂപത്തിലാണ് എന്നൊരു സൂചന. നാം അന്ന് നല്ല രീതിയിലുള്ള ഒരു സ്ഥാനം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ദ ദ്രവിഡിയൻ മേജർ ഹാസ് നോട്ട് റൂൾഡ് ഔട്ട്. എന്നാൽ ദ്രവിഡിയൻ മൂവ്മെൻറ്റ്, ഇവരുടെ പാർട്ടി DMK നോട്ട് റൂൾഡ് ഔട്ട്, തള്ളിക്കളയുന്നില്ല. എന്ത് തള്ളിക്കളയുന്നില്ല? അല്ലെങ്കിൽ നിരസിക്കുന്നില്ല. റൂൾ ഔട്ട് തള്ളിക്കളയല്ലേ, നിരസിക്കുക. ദ പോസിബിലിറ്റി ഓഫ് റാപ്രോച്ച്മെൻറ്റിൻ്റെ പോസിബിലിറ്റി, സാധ്യതകളെ തള്ളിക്കളയുന്നുമില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ADMK റൂൾ ഔട്ട് ചെയ്യുന്നില്ല. എന്ത്? റാപ്രോച്ച്മെൻറ്റ് മീൻസ് അവർ സൗഹൃദ ബന്ധം പുനഃസ്ഥാപിക്കൽ. ഇപ്പോൾ അവർ തമ്മിൽ ചെറിയ സ്കിർമിഷസ് ഒക്കെ ഉണ്ട്, സ്പാറ്റൊക്കെ ഉണ്ട്. പക്ഷേ ആ സ്പാറ്റൊക്കെ പോയി ഒരു സൗഹൃദ ബന്ധം, ഒരു റാപ്രോച്ച്മെൻറ്റ് സൗഹൃദ ബന്ധത്തിലാവുന്നതിന് റാപ്രോച്ച്മെൻറ്റ്. ആ റാപ്രോച്ച്മെൻറ്റ് അവർ ദേ ഡു നോട്ട് റൂൾ ഔട്ട്, ദേ ഡു നോട്ട് റിജക്റ്റ്. ഓക്കെ, അവരെ തള്ളിക്കളയുന്നില്ല. ഓക്കെ, ആസ് മിസ്റ്റർ ജയകുമാർ ഹാസ് മെയിൻറ്റെയിൻഡ് ദാറ്റ് ഡിസിഷൻ ഓൺ അലയൻസ് വുഡ് ബി മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ദ ലോക്സഭ ഇലക്ഷൻ. പക്ഷേ ലോക്സഭ ഇലക്ഷൻ സമയത്ത് എന്ത് ചെയ്യാം? അദ്ദേഹം ആ ഒരു അലയൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കാം. ഓക്കെ, യെസ്. സോഴ്സ് ഇൻ ദ ADMK ക്ലെയിം. ADMKയുടെ സോഴ്സുകൾ പറയുന്നത് BJP ഹാസ് ബിഗൺ അപ്രോച്ചിങ് മിസ്റ്റർ പളനിസ്വാമി. BJP പളനിസ്വാമിയെ, ഈ അലയൻസ് എന്ന് പറഞ്ഞ സഖ്യം എന്നാണ് കേട്ടോ, BJP പളനിസ്വാമിയെ അപ്രോച്ച് ചെയ്യാം, സമീപിക്കാൻ തുടങ്ങി. ഫോർ കോംപ്രമൈസ്, എന്തിനു വേണ്ടിയിട്ട്? കോംപ്രമൈസിന് വേണ്ടിയിട്ട്. വേറാസ് അതേസമയം എ ഫങ്ഷണറി ഓഫ് BJP സെയ്സ്, BJPയുടെ ഒരു ഫങ്ഷണറി. വാട്ട് ഈസ് ഫങ്ഷണറി? ഫങ്ഷണറി എന്ന് പറഞ്ഞാൽ ഭാരവാഹി. വേറാസ് എന്ന് പറഞ്ഞാൽ എന്നാൽ. അപ്പോൾ ഈ പറയുന്ന BJPയുടെ ഫങ്ഷണറി, ഭാരവാഹി പറയുന്നത് സെയ്സ് ഹി ഈസ് നോട്ട് അവെയർ ഓഫ് എനി സച്ച് ഇനിഷ്യേറ്റീവ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള, അതായത് ഈ പറഞ്ഞ പളനിസ്വാമിനെ കാണാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു നടപടിയും, ഇനിഷ്യേറ്റീവ് മീൻസ് നടപടി, നീക്കം, നടപടി, ഒരു നീക്കം, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവെയർ അല്ല, ധാരണയില്ല, അദ്ദേഹത്തിന് വലിയ ബോധമൊന്നുമില്ല. ഇനിഷ്യേറ്റീവ്, നടപടി, തുടക്കം.
യെറ്റ് എന്നിട്ടും ബി ജെ പി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് നാരായണൻ തിരുപ്പതി ഓൺ മൺഡേ സ്റ്റേറ്റ് എന്നിട്ടും ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് നാരായണൻ തിരുപ്പതി പ്രസ്താവിച്ചു ഇൻ എ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ദാറ്റ് ദ അലയൻസ് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ് റിമെയിൻഡ് ഇൻടാക്ട്. ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള അലയൻസ് വളരെ ഇൻടാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റോക്ക് സോളിഡ് ആയിട്ട് എന്ത് ചെയ്യും, തുടരും. ഓക്കെ, സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത് അലയൻസ് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ് റിമെയിൻഡ് ഇൻടാക്ട്. എങ്ങനെ തുടരും? ഒന്ന് ഇൻടാക്റ്റ് ആയിട്ട്. ഇൻടാക്ട് മീൻസ് ഒരു കേടും പറ്റാത്ത, ഇൻടാക്ട് മീൻസ് ഊനം തട്ടാത്ത അല്ലെങ്കിൽ കേടുപറ്റാത്ത. എങ്ങനെ? റോക്ക് സോളിഡ് ആയിട്ട്. റോക്ക് സോളിഡ് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള, വെരി സ്ട്രോങ് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണ് റോക്ക് സോളിഡ്. ഞാൻ രണ്ട് എക്സാമ്പിൾ തരാം അവിടെ. ഐ ഹാവ് ഫിക്സ്ഡ് ദ ടേബിൾ. ഞാൻ ഈ ടേബിൾ ഫിക്സ് ചെയ്തു, ഞാൻ നന്നാക്കി. ഫിക്സ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക. ഐ ഹാവ് ഫിക്സ്ഡ് ദ ടേബിൾ, ഇറ്റ്സ് റോക്ക് സോളിഡ് നൗ. അതിൻ്റെ അർത്ഥം എന്താ? ഈ ടേബിൾ ഇപ്പോൾ റോക്ക് സോളിഡാണ്, നല്ല ഉറപ്പുണ്ട്. വേറൊരു ഉദാഹരണം നോക്കിയേ. ദ സപ്പോർട്ട് ഫോർ ദ പാർട്ടിക്കുള്ള സപ്പോർട്ട് വാസ് റോക്ക് സോളിഡ്. ഭയങ്കര ഉറപ്പുള്ളതായിരുന്നു, കെട്ടുറപ്പുള്ള. അതാണ് റോക്ക് സോളിഡ് എന്ന് പറയുന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. However, the latest development is viewed differently. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, വികാസം എന്ന് പറയുന്നത് സോഴ്സുകൾ പറയുന്നത് ഏതിൻ്റെ ADMKയുടെയും BJPയുടെയും സോഴ്സുകൾ പറയുന്നത് ആസ് ഫാർ ആസ് ദ ADMK ഈസ് കൺസേൺഡ്. ആസ് ഫാർ ആസ് കൺസേൺഡ് എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചിടത്തോളം. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം. ആസ് ഫാർ ആസ് ഹീ ഈസ് കൺസേൺഡ്, അവനെ സംബന്ധിച്ചിടത്തോളം. ആസ് ഫാർ ആസ് ഷീ ഈസ് കൺസേൺഡ്, അവളെ സംബന്ധിച്ചിടത്തോളം. ആസ് ഫാർ ആസ് വി ആർ കൺസേൺഡ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവില്ല അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ആസ് ഫാർ ആസ് ദ ADMK ഈസ് കൺസേൺഡ്, ADMK സംബന്ധിച്ചിടത്തോളം ദ അനൗൺസ്മെൻറ്റ്, പ്രസ്താവന വിൽ സേക്ക് ടു ഇറേസ് ദ നോഷൻ, അത് മായ്ച്ചു കളയാൻ വേണ്ടി, ഇറേസ് ചെയ്യാനുള്ള എന്ത്, ധാരണ. നോഷൻ മീൻസ് ധാരണ. ഓക്കെ, നോഷൻ, ഇറേസ് നോഷൻ ദാറ്റ് ദ പാർട്ടി ഈസ് എ സ്ലേവ്. അതായത് ഈ പാർട്ടി സ്ലേവ് ഓഫ് BJPയുടെ അടിമയാണെന്ന് പറയുന്ന ഒരു നോഷൻ, ഒരു ധാരണ, ഒരു സങ്കല്പം ഇറേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ അനൗൺസ്മെൻറ്റ് എന്നാണ് ADMK സംബന്ധിച്ചിടത്തോളം. ആസ് ഫാർ ആസ് ADMK ഈസ് കൺസേൺഡ് ദ അനൗൺസ്മെൻറ്റ് വിൽ സീക്ക് ഇറേസ്, അതിനാണ് അവർ ശ്രമിക്കുന്നത്. വേറാസ് അതിൽ ഈ സ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമയാണ്, മായ്ച്ചു കളയുന്നത് നമ്മൾ ഇറേസ് എന്ന് പറയും. ഓക്കെ, വേറാസ് അതേസമയം സർട്ടൻ സെക്ഷൻസ് ഓഫ് ദ നാഷണൽ ലീഡർഷിപ്പ് വണ്ടർ, അതായത് ഈ നാഷണൽ പാർട്ടിയുടെ ചില ഒരു വിഭാഗം പറയുന്നത് എ പാച്ചപ്പ്, അതായത് ഏതെങ്കിലും തരത്തിലൊരു തൽക്കാല നിവൃത്തി ഉണ്ടാക്കുക, ഇതിനൊരു പരിഹാരം കാണുക. പാച്ചപ്പ് മീൻസ് തൽക്കാല നിവൃത്തി, എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് തൽക്കാല നിവൃത്തി ഉണ്ടാക്കുന്നതിനെയാണ് പാച്ചപ്പ് എന്ന് പറയുന്നത്. പാച്ചപ്പ് ഈവൻ ഇഫ് വർക്ക്ഡ് ഔട്ട് ലേറ്റർ, പിന്നീടാണെങ്കിലും വേണ്ടില്ല, ഒരു പാച്ചപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് വുഡ് പേവ് ദ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയൊരുക്കും. അതെന്തിന് വഴിയൊരുക്കും? അതായത് BJPയുടെ നാഷണൽ ലീഡേഴ്സിനെ സംബന്ധിച്ചോളം അവർ അത്ഭുതപ്പെടുന്ന ഒരു വണ്ടർ ചെയ്യുന്നു. അഥവാ ഒരു പാച്ചപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നീടാണെങ്കിലും പേവ് ദ വേ, അത് വഴിയൊരുക്കും. എന്തിന്? BJPക്ക് ടു ബാഗ് എന്ന് പറഞ്ഞാൽ നേടുക, കരസ്ഥമാക്കുക. എന്ത് കരസ്ഥമാക്കാൻ? ലോക്സഭ സീറ്റ്സ്, കുറച്ച് ലോക്സഭ സീറ്റുകളൊക്കെ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. ഇനി ഈ ന്യൂസിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഒരു സബ് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നദ്ദ ഇൻ്റർവെൻഷൻ ഇടപെടൽ, നദ്ദയുടെ ഇടപെടൽ എന്നാണ് അതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പുതിയ തമിഴകം ഫൗണ്ടർ K. കൃഷ്ണസ്വാമി, ഈ പുതിയ തമിഴകം ഫൗണ്ടറായിട്ടുള്ള K. കൃഷ്ണസ്വാമി എന്ത് ചെയ്തു? ഓൺ ട്യൂസ്ഡേ സോട്ട് എന്ന് പറഞ്ഞാൽ സീക്കിൻ്റെ പാസ്റ്റാണ്. സീക്ക് എന്ന് പറഞ്ഞാൽ തേടുക സീക്ക്, അതിൻ്റെ പാസ്റ്റാണ്. പാസ്റ്റ് ഓഫ് സീക്കാണ് എന്ത്? സോട്ട്, തേടുക, ആരായുക. ആരോട് ആരാഞ്ഞു? നോഷൻ സോട്ട് BJP നാഷണൽ പ്രസിഡന്റ് നദ്ദാസ് ഇൻവെൻഷൻ, നദ്ദയുടെ ഇൻവെൻഷൻ ആരാഞ്ഞു, ആവശ്യപ്പെട്ടു, തേടി. എന്തിന്? ടു മെൻഡ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക. ദ ടൈസ്, ബന്ധം നന്നാക്കുക, അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ ഈ കേടുപാട് തീർക്കാൻ. മെൻഡ് നന്നാക്കുക. മെൻഡ് യുവർ വേസ് എന്നൊക്കെ പറയില്ലേ, സ്വഭാവം നന്നാക്കുക. മെൻഡ് യുവർ വേസ് എന്ന് പറഞ്ഞാൽ അതിന് മെൻഡ് ദ ടൈസ് ബിറ്റ്വീൻ ദ ADMK ആൻഡ് ദ BJP ഇൻ സ്റ്റേറ്റ്. സംസ്ഥാനത്ത് BJP ADMKയും തമ്മിലുള്ള ബന്ധം നന്നാക്കാൻ, മെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നദ്ദയുടെ ഇൻ്റർവെൻഷൻ, ഇടപെടൽ അദ്ദേഹം സോട്ട് ചെയ്തു, ആരാഞ്ഞു. മനസ്സിലായല്ലോ? ഇത്രയും വാക്കുകളാണ് നമുക്ക് ഈ വാർത്തയിലൂടെ പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ പഠിച്ച വാക്ക് ഒന്ന്
വെടി, തോക്കുകൊണ്ടും വാക്കുകൊണ്ടുമുള്ള വെടി, കൂട്ടവെടി, പ്രസ്താവന, ഫയറിംഗ് ഓഫ് സെവറൽ ഗൺസ് അറ്റ് ദ സെയിം ടൈം, either in a war or in a ceremony, അല്ലെങ്കിൽ എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ആൻ എക്സ്ചേഞ്ച് ഓഫ് ഒപ്പീനിയൻസ് എന്നും അർത്ഥമുണ്ട്. ടൈസ് എന്ന് പറഞ്ഞാൽ ബന്ധം, എ കണക്ഷൻ ഓർ റിലേഷൻഷിപ്പ്. ഇൻടാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കീറുക, torn in many places in shreds, destroyed, ruined. Tenuous എന്ന് പറഞ്ഞാൽ ദുർബലമായ, thin, weak and easily broken. Become more pronounced, കൂടുതൽ സ്പഷ്ടമാവുക, become more noticeable, become more evident. Separation of ties means ബന്ധം വേർപെടൽ. Layer of complexity, സങ്കീർണതയുടെ പാളി. Strained relationship means ശക്തി കുറഞ്ഞ ബന്ധം. ഔട്ട്ബസ്റ്റ് മീൻസ് പൊട്ടിത്തെറി, അപ്രതീക്ഷിതമായിട്ടുള്ള പൊട്ടിത്തെറി, അപ്രതീക്ഷിതമായ പ്രവൃത്തി, സഡൻ റിലീസ് ഓഫ് സ്ട്രോങ് ഇമോഷൻ ഓർ സഡൻ ഒക്യൂറൻസ് ഓഫ് ദ പെർട്ടിക്കുലർ ആക്ടിവിറ്റി. ട്രിഗർ മീൻസ് ഒരു സംഭവത്തിന് കാരണമാകും, ടു കോസ് സംതിങ് ടു സ്റ്റാർട്ട്. ഫ്രണ്ട് റാങ്കിങ് ലീഡേഴ്സ്, മുൻനിര നേതാക്കന്മാർ, ബീയിങ് ഇൻ ഫ്രണ്ട് ഓഫ് റാങ്ക്, അതർവൈസ് റാങ്കിങ് എമംഗ് ദ ബേസ് ഓഫ് ദ ഫസ്റ്റ് ക്വാളിറ്റി ഓഫ് ദ ഇമ്പോർട്ടൻസ്. ബിലിറ്റിൽ മീൻസ് താഴ്ത്തിക്കെട്ടുക, കൊച്ചാക്കുക, ടു മേക്ക് എ പേഴ്സൺ or an action seem as if he or she or it is not important. Innings എന്ന് പറഞ്ഞാൽ കാലഘട്ടം, a period of during which a person or a group is active or effective. ഇന്നിങ്സ്, കാലഘട്ടം, ടെന്യൂർ എന്നൊക്കെ പറയില്ലേ അത്. ഓക്കെ. ഡിഫീറ്റ് മീൻസ് പരാജയം. എലിനേറ്റഡ് എന്ന് പറഞ്ഞാൽ അന്യം വന്ന, ഒറ്റപ്പെടുത്തിയ, സെപ്പറേറ്റഡ് ഓർ ഐസൊലേറ്റഡ് ഫ്രം ദ ഒബ്ജക്റ്റീവ് വേൾഡ്. ലൂസ് നോ ടൈം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ, ഉടൻ, സമയം ചെലവഴിക്കാതെ അപ്പം തന്നെ. ടു ഡു സംതിങ് ഇമ്മീഡിയറ്റ്ലി, ദിയർ ആഫ്റ്റർ, അതിൽ പിന്നെ. കോണ്ടസ്റ്റ്, മത്സരിക്കുക. കം ഡൗൺ, രൂക്ഷമായി വിമർശിക്കുക. ടു സ്കൗൾഡ് ഓർ റിപ്രിമാൻഡ് വൺ ഹാഷ്ലി, ഹാഷായിട്ട് റിപ്രിമാൻഡ് ചെയ്യുക, സ്കൗൾഡ് ചെയ്യുക, അതാണ് കം ഡൗൺ. സ്പാറ്റ്സ് മീൻസ്, വാട്ട് ഈസ് സ്പാറ്റ്സ്? സ്പാറ്റ്സ് മീൻസ് വഴക്ക്, ശണ്ട, ക്വാറൽ. എത്രയും വാക്കുകളാണ് നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.